ഭാര്യ കാമുകിയുമായിട്ടുള്ള ബന്ധം പിടിക്കുന്നു. അതിനുശേഷം ഭാര്യയെ തച്ചു കൊന്നതിന് ശേഷം സെപ്റ്റി ടാങ്കിന്റെ ഉള്ളിൽ കൊണ്ടുപോയിരുന്നു. പിന്നീട് മൂത്ത മക്കളെ അതിദാരുണമായി റേപ്പ് ചെയ്ത് കൊലപാതകം ചെയ്യുന്നു. പിന്നീട് ഉണ്ടായ 3 മക്കളെ അതിദാരുണമായി കൊലപാതകം ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമയൂർ കൂട്ടക്കൊലപാതകത്തെ പറ്റിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള സമൂഹം ഒട്ടാകെ നടത്തിയ ഒരു കൂട്ടക്കൊലപാതകവും കാര്യങ്ങളുമാണ്. ഈ സംഭവം നടക്കുന്നത് 2008 ജൂലൈ മാസത്തിലാണ്. ഈ സംഭവം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. റെജി എന്നാണ് ഇവന്റെ പേര്. ഇവന്റെ വൈഫിന്റെ പേര് ലീസ എന്നാണ്. റെജി ആണെങ്കിൽ ഒരു കോടതിയിലെ ക്ലർക്കും കാര്യങ്ങളൊക്കെ ആയി കോട്ടയത്ത് തന്നെ വർക്കും കാര്യങ്ങളും ചെയ്തു വരികയാണ്. കോട്ടയത്തിൽ തന്നെ ഒരു ടീച്ചറും കാര്യങ്ങളുമായിരുന്നു ലീസ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ചെറിയ രീതിയിലുള്ള പ്രശ്നം കാര്യങ്ങൾ റെജിക്കാകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് പാലക്കാട് അമയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ടാപ്പിങ്ങിന് തൊഴിലാളിയെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പരസ്യം കാര്യങ്ങളും കാണുന്നത്. അവിടെ ടാപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഇവനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ റെജിയും അതുപോലെ തന്നെ റെജിയുടെ ഭാര്യയായ ലീസയും അതുപോലെ തന്നെ ഇളയ 2 കുട്ടികളും ചേർന്നുകൊണ്ട് തന്നെ പാലക്കാട് അമയൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി റെജി തീരുമാനിക്കുകയും ചെയ്തു. ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ പേര് സിദ്ദീഖ് എന്നാണ്. ആ സിദ്ദീഖ് ആണെങ്കിൽ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് രാവിലെ ടാപ്പിങ്ങിന് വേണ്ടി പോകും. അതിനുശേഷം വീട്ടിലോട്ട് വരും. ഇവനിക്ക് വേറെ ആയിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവനിക്ക് വേറെ ഒരാളുമായി ബന്ധവും കാര്യങ്ങളും ഉണ്ട് എന്നായിട്ട് തന്നെ ഈ ഭാര്യയായ ലിസക്ക് ചെറിയ രീതിയിലുള്ള സംശയം കാര്യങ്ങളും എടുക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 2008 ജൂലൈ 8-ാം തീയതി ഈ റെജിയുടെ മൊബൈലിലോട്ട് ഒരാൾ വിളിക്കുന്നത്. അവളെ പേര് ആശ എന്നായിരുന്നു. ഇവന്റെ കാമുകിയായിരുന്നു. ഇത് പിന്നീട് ലിസക്ക് തിരികെയും പിന്നീട് അവിടെ നിന്ന് റെജിയും അതുപോലെ തന്നെ ലിസിയും വഴക്കാവുകയും ചെയ്തു. അതിനുശേഷം ഭാര്യയെ പിന്നീട് ഇവൻ തച്ച് കൊന്നതിന് ശേഷം ചാക്കിൽ കെട്ടുകയാണ്. ചാക്കിൽ കെട്ടിയതിന് ശേഷം സേഫ്റ്റി ടാങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. പിന്നീട് ഇവൻ ഒന്നും അറിയാത്തോട്ട് തന്നെ രാവിലെ എണീച്ചിട്ട് പിന്നീട് ഡബിൾ ട്രാപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പിന്നീട് ഇവൻ പോവുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം അതായത് സിദ്ദീഖിന്റെ വൈഫ് നേരെ വന്നിട്ട് ഇവന്റെ മക്കൾ പറയുകയാണ്, ലിസയെ അവിടെ എവിടെയും കാണുന്നില്ല, ലിസ എവിടെയാണ് പോയതെന്നൊന്നും അറിയുന്നില്ല, ലിസ എവിടെയാണ് പോയതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന നേരത്തിൽ തന്നെ സിദ്ദീഖിന്റെ വൈഫ് പോയിട്ട് റെജിയുടെ മക്കൾ പോയി ചോദിക്കുകയാണ്. അപ്പോൾ റെജി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവള് നാട്ടിൽ പോയതാണ്, അതായത് അവളെ വീട്ടിൽ പോയതാണ്, അവളെ വീട്ടിലോട്ട് അതൊക്കെ കൊണ്ട് തന്നെ അവൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിലോട്ട് വരുമെന്നായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ സിദ്ദീഖിന്റെ വൈഫിന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ കാര്യം തന്നെയായിരുന്നു ഇവൻ കൊണ്ടുപോയ ആ 2 ഇളയ മക്കളെ മക്കൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂത്ത കുട്ടിയും അതുപോലെ തന്നെ മൂത്തതിൻ്റെ ഇളയതും കോട്ടയത്ത് ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവൻ 2 പേരുടെ മക്കളും റെജി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ജൂലൈ 12-ാം തീയതി സിദ്ദീഖിന്റെ പക്കൽ റെജി പോയി പറയുകയാണ്, ഞാനും ഭാര്യയും തമ്മിൽ ചില രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ കൊണ്ട് തന്നെ ഞാനും ഭാര്യയും തമ്മിൽ കുറച്ച് തെറ്റിയിട്ടാണുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വരാത്തത് എന്ന് പറയുകയാണ്. ഞാൻ നാളെ കോട്ടയത്തോട്ട് പോകും. കോട്ടയത്തോട്ട് പോയതിനു ശേഷം സംസാരിച്ചതിന് ശേഷം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിദ്ദീഖിന്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇവനെ അമല് അതുപോലെ തന്നെ അമന്യ എന്ന് പറഞ്ഞ 3 വയസ്സുള്ള കുഞ്ഞിനെയും കുട്ടിയും കൊണ്ട് പോകുമെന്നായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു സിദ്ദീഖിന്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശേഷം പിന്നീട് പിറ്റേ ദിവസം അതായത് ജൂലൈ 13-ാം തീയതി രാവിലെ ഇവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവൻ ചെയ്തിട്ടുണ്ടായ പരിപാടി എന്ന് പറയുന്നത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മക്കളെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ശേഷം ഇവൻ നേരെ വീട്ടിനകത്തോട്ട് കയറുകയാണ്. വീട്ടിനകത്തോട്ട് കയറിയതിന് ശേഷം പിന്നീട് ഈ 2 മക്കളെ കൊന്നു കളയുകയാണ് ചെയ്തത്. ഈ 2 മക്കളെ കൊന്നു കളഞ്ഞതിന് ശേഷം അധികം ആൾക്കാരും പോവാത്ത സ്ഥലമായ അവിടെ തന്നെ ഉള്ളൊരു പൊന്തക്കാട്ട് കൊണ്ടുപോയിട്ട് ഈ 2 മക്കളെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് അവിടെ ഇടുകയും ചെയ്തു. അതിനുശേഷം അന്നേ ദിവസം മുഴുവനായിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിറ്റേ ദിവസം ഇവൻ പിന്നീട് ഡബിൾ ടാപ്പിങ്ങിന് വേണ്ടി രാവിലെ ജൂലൈ 14-ാം തീയതി പിന്നീട് പോവുകയും ചെയ്തു. പിന്നീട് സിദ്ദീഖ് ചോദിക്കുകയാണ്, മക്കളൊക്കെ എവിടെ, മക്കളെല്ലാം എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവളുമായിട്ട് സംസാരിച്ച് യാതൊരു തരത്തിൽ തന്നെ അവൾ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി പോകാമെന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. മക്കളെ 2 പേരും തനക്കാലം ഞാൻ എന്താക്കി അവളെ നിർത്തിയെന്ന് സിദ്ദീഖിന്റെ മക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ സിദ്ദീഖ് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കുറച്ച് ദിവസത്തോളം ഇവൻ അവിടെ നിന്നും ടാപ്പിങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്നും ആൾക്കാരെ കണ്ണിലെല്ലാം പൊടിയിട്ടുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ജൂലൈ 22-ാം തീയതി ഇവൻ സിദ്ദീഖിന്റെ പക്കൽ പോയി പറയുകയാണ്, അവൾ എന്തായാലും ഞാൻ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാം, അവളെ ദേഷ്യം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജൂലൈ 22-ാം തീയതി ഇവൻ കോട്ടയത്തോട്ട് പോവുകയാണ് ചെയ്തത്. കോട്ടയത്തോട്ട് ഇവൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് അമലു അതുപോലെ തന്നെ അമന്യ എന്ന് പറയുന്ന ഈ 2 പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലോട്ടായിരുന്നു ഇവൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ 2 പെൺകുട്ടികളെ അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 2 പെൺകുട്ടികളെ അവിടെ നിന്ന് ഇവൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു.
മറിച്ച് ഈ രണ്ട് പെൺകുട്ടികളുടെ പക്കൽ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് നിങ്ങളെ മുത്തശ്ശൻ്റെ പക്കലാണ് നിങ്ങളെ അമ്മയും കാര്യങ്ങളും ഉള്ളത് എന്നായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതായത് ഇവൻ്റെ അച്ഛൻ്റെ പക്കലാണ്, അതായത് ഇളയ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ അമ്മയും കൂടി ഉള്ളത് എന്ന് ഈ രണ്ട് മക്കളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. നമുക്ക് നേരെ ഇന്ന സ്ഥലത്തോട്ട് പോകാം, അമ്മയൂരിലോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോവുകയാണ്. അതായത് സ്വന്തം അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ രണ്ട് മക്കൾ ഈ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂട്ടത്ത് പോവുകയും ചെയ്തു. അതിനുശേഷം പാലക്കാടോട്ട് അവർ തിരിച്ചു വരും, അമയൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഒരു മൂന്നാലും കൂടിയിട്ട് തിരിച്ചു വരുമെന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് ജൂലൈ 23 നേരെ ആ അമയൂർ വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. അമയൂർ വീട്ടിലോട്ട് എത്തിയതിനു ശേഷം അമന്യ എന്ന് പറയുന്ന 13 വയസ്സുള്ള ആ മൂത്ത മകളെ അതിദാരുണമായി റേപ്പ് ചെയ്ത് കൊല്ലുകയാണ്. അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ മക്കളെ ഇവ കൊലപാതകം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം രാത്രിയായ സമയത്ത് തന്നെ അടുക്കള വാതിൽ തുറന്നതിന് ശേഷം റിജി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ആകുന്നുണ്ട്, അതായത് ജൂലൈ 24 രാവിലെ സിദ്ദിഖ് പുറത്തു വന്ന് നോക്കിയ ടൈമിൽ കാണാൻ കഴിഞ്ഞത് വീട്ടിന്റെ മുമ്പ് വശത്തെ ഗ്രില്ലും കാര്യങ്ങളും തുറന്നിട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതാണ് ഉള്ളിൽ നിന്നാണ് കുറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ ഗ്രില്ലും കാര്യങ്ങളും അടച്ചിട്ടാണ് പോവുക. അതൊക്കെ കൊണ്ട് തന്നെ അവൻ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഇവൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം സിദ്ദിഖ് കുറെ നേരം ഇവനെ വിളിക്കുകയാണ്, റെജിയുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ. റെജി വാതിലും കാര്യങ്ങളും തുറക്കാത്തത് കൊണ്ട് തന്നെ സിദ്ദിഖിന് ചെറിയ രീതിയിലുള്ള ഭയം കാര്യങ്ങളും ആവുകയും ചെയ്തു. ഇവന്റെ ഭാര്യ ഉണ്ടാത്തത് കൊണ്ട് തന്നെ ഇവൻ എന്തെങ്കിലും കടുകൈ ചെയ്യുമെന്നായിരുന്നു സിദ്ദിഖ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ഇവരുടെ സുഹൃത്തുക്കളെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം സിദ്ദിഖും അതുപോലെ തന്നെ കൂട്ടുകാരെല്ലാം ചേർന്ന് കൊണ്ട് തന്നെ വീടിന്റെ മുകളിലോട്ട് കയറുകയും പിന്നീട് അവിടെ നിന്ന് ഓടിളക്കി നോക്കുകയും ചെയ്തു. ഓടിളക്കി നോക്കിയപ്പോഴാണ് സിദ്ദിഖിന് കാണാൻ കഴിഞ്ഞത് രണ്ട് മക്കൾ അതിദാരുണമായി മരണപ്പെട്ട നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് സിദ്ദിഖിന്. ഇതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിന്റെ പക്കൽ വിളിച്ചു പറയുകയും ചെയ്തു. അതിനുശേഷം പോലീസുകാർ എത്തുകയും പിന്നീട് റെജിയുടെ കാമുകിയായ ആശയെ പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആശയുടെ പക്കൽ പോയതിനു ശേഷം ആശയെ ക്വസ്റ്റ്യനും കാര്യങ്ങളും പോലീസുകാർ ചെയ്യുകയും ചെയ്തു. പിന്നീട് സേഫ്റ്റി ടാങ്കിന്റെ പക്കൽ നിന്ന് വളരെയധികം സ്മെല്ലും അതുപോലെ തന്നെ ഈച്ച നടക്കുന്ന കണ്ടതുകൊണ്ട് തന്നെ അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ പോയതിനു ശേഷം സേഫ്റ്റി ടാങ്ക് തുറന്നു നോക്കിയാണ്. സേഫ്റ്റി ടാങ്ക് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഒരു ചാക്കുണ്ട്. അതിൽ നിന്നാണ് വളരെയധികം ദുർഗന്ധം വരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ആ ചാക്ക് ഇടുകയും പിന്നീട് ആ ചാക്ക് തുറന്നു നോക്കുകയും പോലീസുകാർ ചെയ്തു. ബോഡി അഴുകിയ നിലയിൽ റെജിയുടെ വൈഫിന്റെ ഡെഡ് ബോഡി ആയിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് കോട്ടയത്തോട്ട് പോലീസുകാർ കേന്ദ്രമാക്കി തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു. അതിനിടയിൽ തന്നെ ആശയെ പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഭാര്യയെ കൊലപാതകം ചെയ്തു എന്ന് ആശയുടെ പക്കൽ പറഞ്ഞപ്പോൾ തന്നെ ആ സിമ്മും കാര്യങ്ങളും ഇപ്പോൾ ഒടിച്ചു കളയുകയാണ് ചെയ്തത്. അതായത് ഇവനുമായി ജീവിക്കാൻ ഭയമുള്ളത് കൊണ്ട് തന്നെ. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് റെജിയെ പിന്നീട് ജൂലൈ 26 തന്നെ പോലീസുകാർക്ക് അറസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അറസ്റ്റും കാര്യങ്ങളും ചെയ്തതിനു ശേഷം പോലീസുകാർ അവനെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ തുറന്നു പറഞ്ഞത്. ആയിഷ എന്ന് പറയുന്ന ഇവരുടെ കാമുകിയുടെ പക്കൽ ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഇവരെ 4 പേര് ഇവൻ കൊന്നു കളഞ്ഞത് എന്നായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവനെ കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങളും പോലീസുകാർ ചെയ്യുകയും ചെയ്തു. പിന്നീട് കോർട്ട് ഇവർക്ക് വധശിക്ഷയാണ് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തരം നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.